രണ്ട് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ പ്ലാസ്റ്ററിങ്ങിൽ അഡ്മിക്സറായിട്ട് യൂസ് ചെയ്യാം. അത്ര എക്സ്പെൻസീവ് അഡ്മിക്സറിൻ്റെ കോസ്റ്റ് വരുന്നേ ഉള്ളൂ. പ്ലാസ്റ്ററിങ്ങിൽ ഇപ്പോൾ 1:5 പ്ലാസ്റ്ററിങ് നോർമലി എല്ലാവരും ഓൾ പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യും. ആ പ്ലാസ്റ്ററിങ്ങിൽ നമ്മളിപ്പോൾ ഒരു 200 ml ഒരു 1:5 സിമെന്റ് റേഷ്യോ മിക്സിൽ 200 ml ആ ഡോസിങ് വാട്ടർ ഒഴിച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. കാര്യം ആ ഒരു എക്സിസ്റ്റിംഗ് മോട്ടാറിൻ്റെ എന്ന് പറഞ്ഞാൽ പ്യൂർ ഹൈജീനിക്കാണ്. അതാണ് ഏറ്റവും കംഫർട്ടബിളും ഇപ്പോഴത്തെ ജനറേഷൻ എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഓൾറെഡി പ്ലാസ്റ്റർ ചെയ്ത് പോയെങ്കിൽ നമുക്ക് അടുത്തൊരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. നമ്മൾ ഈ ടോപ്പിലായിട്ട് ഒരു ആഫ്റ്റർ ക്യൂറിങ് കഴിഞ്ഞതിന് ശേഷം ഇത് 2 കോട്ട് അപ്ലൈ. ഇതൊരു ഫിസിക്കൽ മെംബ്രെയിൻ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് സർഫസിൽ പെനിട്രേറ്റ് ചെയ്യും. ഡീപ്പായിട്ട് എത്രമാത്രം കാപ്പിലറി പ്ലാസ്റ്റിക്കിലുണ്ടോ, പോറോസിറ്റി ഉണ്ടോ, അപ്പോൾ ആ പോറോസിറ്റിയിലേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഇത്തരം ഡാമേജസിനെ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നശിപ്പിച്ച് കളഞ്ഞതാണ് അതിൻ്റെ റിസൾട്ട്.